ഹായ് മക്കൾസ്, വീണ്ടും നിഹാൽ സാർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ 11ാമത് ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 മാർക്ക് എസ്എ ലെവലിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: ശാസ്ത്രഗണിത മേഖലയിലെ അറബ് സംഭാവനകളെ പറ്റി ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് ചോദ്യം ചോദിച്ചത്? ഡിസ്ക്രൈബ് ദ അറബ് കോൺട്രിബ്യൂട്ട് ദ ഫീൽഡ് ഓഫ് സയൻസ്. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അല്ലെങ്കിൽ ശാസ്ത്രം, ഗണിതം, അതിലൊക്കെ അറബികൾ നൽകിയ കോൺട്രിബ്യൂഷൻ ആണ്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു 5 മാർക്ക് എസ്എ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചോദ്യം. മക്കളെ പിടിച്ച് എന്തൊക്കെയാണ്? ഒന്നാമത്, ദ അറബ് പീപ്പിൾ were ones who had the build a unique culture and they had an efficient government and a post system, tax collections. എന്താണ് അഡ്മിനിസ്ട്രേഷൻ ലെവൽ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്തൊക്കെയുണ്ട്? കാര്യക്ഷമമായ ഒരു ഗവൺമെന്റ് സംവിധാനമുണ്ട്, തപാൽ സംവിധാനം, നികുതി പിരിക്കുന്ന സംവിധാനമുണ്ട്. അതുകൂടാതെ വിദ്യാഭ്യാസ മേഖല അവർക്ക് വളരെയധികം പുരോഗതി കൈവരിക്കാനും സാധിച്ചു അല്ലേ. അതുപോലെ തന്നെ ബാഗ്ദാദ്, ദമസ്കസ്, കൊയ്റോ, കൊർദോവ എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ ഇതിന് ഉദാഹരണം കൂടി. അപ്പോൾ വിദ്യാഭ്യാസ മേഖല ഉദാഹരണമാണ് പഠിച്ചുക. ഇനി നമ്മൾ നേരെ പോകുന്നത് ബീജഗണിതം, അറബി സംഖ്യ എന്നിവ, അതായത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് ബീജഗണിതവും അറബി അൽജിബ്ര ആൻഡ് ദ അറബിക് നമ്പേഴ്സ് ലോകത്തിന് സംഭാവന ചെയ്താരാണ്? അറബികളാണ്. ഇന്ത്യയുടെ സംഭാവനയുടെ 0 നമ്മൾ ഡൊണേറ്റ് ചെയ്താണ് 0 അല്ലേ. ആ 0യെ ലോകത്തിന്റെ പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിച്ചത്, പ്രചരിപ്പിച്ചാര? അറബികളാണ്. പഠിച്ചുക. അതുപോലെ രസതന്ത്രത്തിലെ നിരവധി രാസപ്രക്രിയയുടെ ഉപജ്ഞാതാക്കളും അറബികളാണെന്നാണ്. ദ അറബ്സ് were also the inventors of many chemical process in chemistry. They were also the inventor of optic എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ സയൻസ് എന്താണ്? പിന്നെ പ്രകാശശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാക്കളും അവരായിരുന്നു. അതുപോലെ തന്നെ മെഡിക്കലിൽ നോക്കുകയാണെങ്കിൽ സ്മോൾ പോക്സ്, സ്റ്റൊമക് ക്യാൻസർ പോലെ, പ്ലാഗ് പോലത്തെ പല അസുഖങ്ങളുടെയും കാരണങ്ങളെ പറ്റിയ അറിവുകൾ അവർക്കുണ്ടായിരുന്നു. എന്താ 1001 നൈറ്റ് എന്താണ്? 1001 രാവുകൾ എന്താണ് അവരുടെ ലിറ്ററേച്ചറിലെ കോൺട്രിബ്യൂഷൻ എന്താണ്? അപ്പോൾ എല്ലാ മേഖലയിലും അറബികൾക്ക് വലിയ കോൺട്രിബ്യൂഷൻസ്. അതിൻ്റെ പുറത്ത് ഈ ഒരു കോളം കൂടി പഠിച്ചു വെക്കുക. ഇത് വേണമെങ്കിൽ ഒരു പിന്നെ 1 വേർഡ് ചോദ്യമായിട്ട് മാസ്റ്റർ ഫോളോയിങ് ചോദ്യത്തിൽ ചോദിച്ചേക്കാം. അതിലൊരു പ്രധാനപ്പെട്ട പേരാണ് അൽ റാസി, അതുപോലെ തന്നെ അൽ ബറൂണി, ഉമർ ഖയ്യാം, ഫിർദൌസിയുടെ പേരുകളൊക്കെ പലപ്പോഴും എക്സാമിന് മാറി മാറി ചോദിക്കുന്നതാണ്. ഇതും എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ മംഗോളിയൻ രാജാക്കന്മാർ കൊണ്ടുവന്ന തപാൽ സംവിധാനം അല്ലേ, യാം ആൻഡ് യാസ. ഇത് പഠിച്ചു വെക്കണം. ഇത് 1 വേർഡ് ചോദിക്കാൻ സാധ്യത. ആരാണ് യാമും യാസയും കൊണ്ടുവന്നത്? ആരാ യാം എന്ന് പറഞ്ഞാൽ എന്താ? യാം എന്ന് പറഞ്ഞാൽ തപാൽ സംവിധാനമാണ്. അതുപോലെ തന്നെ കുതിരകളെ ഉപയോഗിച്ച് നടത്തണം. ആരാ കൊണ്ടുവന്നത്? മംഗോളിയൻ അതായത് ചെങ്കീസ് ഖാൻ കൊണ്ടുവന്നാണ്. പഠിച്ചു വെക്കുക. യാമും യാസ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോഡ് ഓഫ് നിയമസംഹിതയാണ്. പഠിച്ചു വെക്കുക. എക്സാമിന് ഒരു 1 വേർഡ് ചോദ്യമായി ചോദിക്കാൻ സാധ്യതയാണ്. എന്ത് ചെയ്യുക? നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ മാലി സാമ്രാജ്യം, തിബുക്തുവിന്റെ പ്രാധാന്യം വിഷയം. മാലി സാമ്രാജ്യം എന്തുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമ്രാജ്യമായത്? അല്ലെങ്കിൽ മാലി സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട നഗരം തിബുക്തുവിന്റെ സവിശേഷം. തിബുക്തുവിന്റെ പ്രത്യേകത എന്താ? തിബുക്തു ഒരു ലൈക്ക് ഒരു കച്ചവടം ചെയ്യുന്ന ഒരു ട്രേഡ് സെന്റർ മാത്രമായിരുന്നു അല്ലേ. അതിനപ്പുറത്ത് അവരുടെ എഡ്യൂക്കേഷൻ സെന്റർ കൂടിയാണ്. ഒരു എഡ്യൂക്കേഷൻ സെന്റർ കൂടിയാണ്. കാരണം അവിടെ തിബുക്തിലെ ദ ഗ്രേറ്റ് മോസ്ക് അല്ലേ, തിബുക്ത് വിദ്യാഭ്യാസത്തോടൊപ്പം ഒരു വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. ടിബുക്കിലെ ഗ്രേറ്റ് മോസ്ക് ഇസ്ലാമിക പഠന കേന്ദ്രമായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ എവിടേക്ക്? തിബുക്തിലേക്ക് എത്തി. അതും നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാം നമുക്ക് എന്ത് ചെയ്യും? എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നിർബന്ധമായി നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്. നല്ല മക്കളായി പഠിക്കുക. ബാക്കി നമ്മൾ ലൈവിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.